സംഗീതത്തിന്റെ, അഭിനയത്തിന്റെ, ഗാനാലാപനത്തിന്റെ ഒക്കെ അനിതര സാധാരണമായ പ്രതിഭയുടെ പേരിൽ ഹേറ്റേഴ്സ് ഇല്ലാതെ മലയാളികൾ സ്വകാര്യ അഹങ്കാരമായി കണ്ടിരുന്നവരായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ ശോഭനയും KS ചിത്രയുമെല്ലാം. ചില അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ നമ്മുടെ സ്വന്തമായ ഈ പ്രതിഭകളെ പൂർണ്ണമായും റദ്ദു ചെയ്യേണ്ടതുണ്ടോ എന്ന ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് KS ചിത്രയ്ക്കെതിരെ തുടരുന്ന സൈബർ ആക്രമണം. രാഷ്ട്രീയം തങ്ങൾ സദാ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാകാതിരിക്കെ ചരിത്ര നിരപേക്ഷമായി മനസ്സിലാക്കി ഏറെക്കുറെ നിഷ്കളങ്കമെന്ന രീതിയിൽ ചിത്രയും ശോഭനയുമെല്ലാം ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരോട് വിയോജിക്കുകയല്ലാതെ അവരെ റദ്ദു ചെയ്ത് കളയാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? അവർ ആരാധിക്കപ്പെടുന്നത് ഇതുമായി ബന്ധമില്ലാത്ത ഒരു കലയുടെ പേരിലായിരിക്കെ ഒരഭിപ്രായത്തിന്റെ പേരിൽ ഇവരിതാ പൊതുമധ്യത്തിൽ തനിനിറം കാട്ടിയിരിക്കുന്നു എന്ന് വിധിച്ച് ഇല്ലാതാക്കുന്നത് ആരോഗ്യകരമാണോ? നവമാധ്യമങ്ങളിലെ രാഷ്ട്രീയ ജാഗ്രത പരിധികൾ ലംഘിക്കുകയാണോ, അതോ ഈ ജാഗ്രത സമൂഹത്തെ മുന്നോട്ട് നടത്തുകയാണോ? 2 ദിവസത്തെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിന്ന് പ്രധാനമായും ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യങ്ങളാണിത്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ സന്ദേശമാണ് ചിത്രയ്ക്കെതിരായ വിയോജിപ്പുകൾക്കും സൈബർ ആക്രമണത്തിനും കാരണം. നിഷ്കളങ്കതയെ ഏറെ പരിഹാസ്യമായും ചരിത്രത്തെ മറക്കുന്നതിനെ കുറ്റകൃത്യമായും കാണുന്ന നവമാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ് ചിത്രയെ രൂക്ഷമായി വിമർശിക്കുന്നത്. ബാബറി മസ്ജിദിന്റെ ചരിത്രത്തെയും അയോധ്യ ക്ഷേത്രമുണ്ടായ സാഹചര്യത്തെയും വിസ്മരിച്ചുകൊണ്ട് ചിത്ര മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. ഇത്രനാളും നമ്മൾ കണ്ണീരിലും പ്രണയത്തിലും വിരഹത്തിലുമൊക്കെ ഒപ്പം കൂട്ടിയിരുന്ന ആ ശബ്ദത്തിന്റെ ഉടമ തീരെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തയാളാണെന്ന് വെളിപ്പെട്ടുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പരിതപിക്കുന്നത്. ചിത്രയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മനുഷ്യഹത്യയും വംശീയ ഉന്മൂലനം നടന്ന ഒരു കാരണത്തെ മഹത്വവൽക്കരിക്കുന്നത് നിഷ്കളങ്കമായാണെങ്കിലും അനുഭവപ്പെടുന്നത് ക്രൂരമായാണെന്ന് ഫേസ്ബുക്കിൽ എഴുത്തുകാരി ഇന്ദു മേനോന്റെ പ്രതികരണം. എന്നാൽ ഒരു സെലിബ്രിറ്റിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ വിധിക്കാൻ ലെഫ്റ്റ് ലിബറലുകളെ ആരാണ് ഏൽപ്പിച്ചതെന്നാണ് ചില മറുപടി കമന്റുകൾ. വിഷയത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഗായകൻ G വേണുഗോപാലിന്റേതാണ്. ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഇത്തവണ ക്ഷമിച്ചുകൂടെ എന്നാണ് വേണുഗോപാലിന്റെ പോസ്റ്റ്. സംഗീതവും ഭക്തിയും സാധനയുമേ അവരുടെ ചിന്താമണ്ഡലത്തിലുള്ളൂവെന്നും ചിത്രയെ സംബന്ധിച്ച് അത് രാജ്യത്തെ ഒരു വലിയ അമ്പലത്തോടുള്ള ഭക്തി മാത്രമായിരുന്നുവെന്ന് വേണുഗോപാൽ വിശദീകരിക്കുന്നുണ്ട്. ചിത്രയ്ക്ക് ഒരബദ്ധം പിടഞ്ഞതാകാമെന്ന ധ്വനിയാണ് പോസ്റ്റിൽ മുഴച്ചു നിൽക്കുന്നത്. ഗായകൻ സൂരജ് സന്തോഷിന്റെ വിമർശനം അല്പം കടുത്ത ഭാഷയിലായിരുന്നു. വിഗ്രഹങ്ങൾ എത്ര ഉടയാൻ കിടക്കുന്നുവെന്നും എത്ര ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നുവെന്നും സൂരജ് എഴുതി. മാനവികതയും യുക്തിചിന്തയും രാഷ്ട്രീയ കൃത്യതയും ചിത്രയുടെ പ്രതിഭയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടില്ലാത്തതിനാൽ സംഗീതത്തിലെ അവരുടെ ലെഗസി അതുപോലെ തന്നെ നിൽക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നത്. നൈസ് പീപ്പിൾ മേക്ക് ദി ബെസ്റ്റ് നാസീസ് എന്ന് സാമുവൽ ആദംസ് പറയുന്നത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രേംകുമാർ. ചിത്രയിലൂടെയും ശോഭനയിലൂടെയും കാണുന്നത് വ്യക്തികളുടെ അപഭ്രംശമല്ലെന്നും സാമൂഹ്യ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് പദ്ധതിയുടെ നടത്തിപ്പാണെന്നും പ്രമോദ് പുഴങ്കരയും പോസ്റ്റിലൂടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കലാരംഗത്തുള്ളവർ തങ്ങളുടെ രാഷ്ട്രീയ അരാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ പൊതുരംഗത്ത് ക്യാൻസൽ ചെയ്യപ്പെടുമോ എന്ന ഭയം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഈ കാലത്ത് ശക്തമാണ്. അതുപോലെ സ്പോർട്സ്, കലാമേഖലയിലുള്ളവർ അധികാര ഘടനകളുടെ സമ്മർദ്ദത്തിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാൻ നിർബന്ധിതരുമായിരിക്കുന്ന കാലമാണിത്. ചാൾസ് ഡിക്കൻസ് തന്റെ 2 നഗരങ്ങളുടെ കഥ എന്ന നോവലിൽ എഴുതിയതുപോലെ ഇത് ഏറ്റവും മികച്ച കാലമായിരുന്നു, ഏറ്റവും മോശം കാലവുമായിരുന്നു. ഇത് ജ്ഞാനത്തിന്റെ യുഗമായിരുന്നു, വിഡിത്തത്തിന്റെ യുഗം കൂടിയായിരുന്നു. ഇത് വിശ്വാസത്തിന്റെ യുഗമായിരുന്നു, അവിശ്വസനീയതയുടെയും യുഗമായിരുന്നു. ഇത് പ്രകാശത്തിന്റെയും ഇരുട്ടിന്റെയും കാലമായിരുന്നു. ഇത് പ്രതീക്ഷയുടെ വസന്തവും നിരാശയുടെ ശീതകാലവുമായിരുന്നു.